ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ വെച്ചാല്, സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാത്ത ആളുകളെ പറ്റി പറഞ്ഞപ്പോ മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഇസ്ലാമിക രാഷ്ട്രത്തിൽ അഭയം സ്വീകരിച്ച് കഴിയുന്ന അമുസ്ലിമായൊരു മനുഷ്യൻ. അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അഭയം നൽകണം, അവർക്ക് പരിരക്ഷ നൽകണം, അവർക്ക് സുരക്ഷിതത്വം നമ്മൾ നൽകണം. ഇനി ആരെങ്കിലും ഇസ്ലാമിന്റെ സുന്ദരമായ നിയമമൊന്ന് പഠിക്കണം. ഇസ്ലാമിക രാജ്യത്ത് അഭയം തേടി വന്നൊരു മനുഷ്യനില്ലേ, ആരെങ്കിലും ഒരു മുആഹദിനെ കൊന്നാൽ ലം യറഹ റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുന്നതല്ല. ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അഭയം സ്വീകരിച്ചു വന്ന അമുസ്ലിമായൊരു മനുഷ്യൻ, അയാൾക്ക് അഭയം കൊടുക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ആരെങ്കിലും ആ മനുഷ്യനെ, അമുസ്ലിമായ മനുഷ്യനെ കൊന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ അവന് സ്വർഗത്തിന്റെ പരിമളം പോലുമില്ല. എന്നിട്ട് റസൂൽ ഈ ഹദീസിന്റെ ബാക്കി എന്താ അറിയാം? ആ സ്വർഗത്തിന്റെ പരിമളമാകട്ടെ തൂജദു മിൻ മസീറത്തി 40 ആമാ, 40 വർഷത്തെ വൈദൂരം വരെ ഈ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നതാ. അതുപോലും ഇവർക്ക് കിട്ടൂല എന്നാണ് സഹോദരങ്ങളെ. നിങ്ങൾ നോക്കൂ, ഓരോ കാര്യങ്ങൾ ചുരുക്കി